എല്ലാവരും വായോ, നല്ല അടിപൊളി കിടിലനായിട്ടുള്ളൊരു ഐറ്റം കാണിച്ചു തരാം ഞാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കുറേ നാളായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് മൂത്തോ നോക്കി ഇതേ ഒരെണ്ണപ്പം നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും, ഇത് വമ്പിളി മൂസ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുള്ള ഒരു കായ തന്നെ നമ്മളൊന്ന് പറിച്ചെടുക്കുവാണ്. അതുകൊണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് അതിന് വരും. അപ്പോഴാണ് നമ്മളത് മൂത്തു എന്ന് അറിയുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് യെല്ലോ ഷെയ്ഡ് വന്ന ഒരെണ്ണം നമ്മൾ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് മൂത്ത് വരുന്തോറും ഇതിന് കനം വെയിറ്റ് കുറയും. ആ വെയിറ്റ് കുറയുന്നതാണ് പറിച്ചെടുക്കുക. തോലൊക്കെ കളഞ്ഞത് ഇതുപോലെ ഒന്ന് റെഡി ആയിക്കൊണ്ടുവന്നിട്ട് പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തോല് കളയുമ്പോൾ കത്തി ഉപയോഗിച്ച് കളയരുത്. അപ്പോൾ ഈ നാരങ്ങയ്ക്ക് കയ്പ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതേ തോലൊക്കെ കളഞ്ഞ് നമ്മൾ വേണ്ട നാരങ്ങ എടുത്ത് നന്നായിട്ട് നെല്ലി ഒഴിച്ചിട്ട് അതിലേക്ക് ഇതേ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അടിപൊളി, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ അടിപൊളിയായിട്ട്. ഇങ്ങനെ കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട്? നമ്മളെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ഒരു വിഭവമാണ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന ഒരു വിഭവം പോലെ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പഞ്ചസാര, ഉപ്പും മുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി തൂയിട്ട് നന്നായിട്ട് ഞെരടി ഒന്ന് കഴിച്ചു. അടിപൊളി ഫീലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.